സുരേഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്നുണ്ട് ഇപ്പോൾ. ഒരു സെക്കൻഡ്. എനിക്ക് സുരേഷിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഇത്ര നല്ല ആത്മവിശ്വാസം സുരേഷിന് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മളെ എല്ലാവരെയും വല്ലാതെ കീഴടക്കുന്നതായിട്ടുള്ള ഒരു വികാരം ഭയമാണ്. എല്ലാ മനുഷ്യരെയും, മറ്റ് ജന്തുക്കളെയും ജീവികളെയും അപേക്ഷിച്ച് മനുഷ്യനെ വല്ലാതെ വേട്ടയാടുന്നതായ ഒരു വികാരം ഒരുപക്ഷെ ഭയമായിരിക്കും. ഈ ഭയത്തെ കീഴടക്കാനായി എങ്ങനെയാണ് സുരേഷിന് കഴിഞ്ഞത് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. സുരേഷ്, അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പാമ്പിനെ പേടിക്കാത്തവരില്ല. അതെ, സുരേഷും വളരെ ചെറുപ്രായത്തിൽ പേടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ പേടിച്ചിട്ടില്ല. പാമ്പിനെ മാത്രമല്ല, ഒരു ജീവിയെ ഞാൻ പേടിച്ചിട്ടില്ല. ഞാൻ അതിന് തെളിവാണ്, ഞാൻ ഈ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുന്നേ നീർനായ പിടികൂടി, പിന്നെ അതെന്നെ കടിച്ചു. പക്ഷെ അത് എന്നെ കടിക്കുന്ന നീർനായ പിടിച്ചിട്ട് നീർനായ കടിച്ചില്ലേ? നീർനായ കടിച്ചിട്ട് ഞാൻ 15 ദിവസം ഹോസ്പിറ്റലൈസിലായി. ഇതായിരിക്കും രംഗം, നോക്കിയോളാം. ഇതാ പിടുത്താണ്. അതെ, പിടിക്കുന്ന സമയത്ത് പിടിക്കുമ്പോൾ അതിനെ പിടിച്ച് കടിയൊക്കെ ഏൽക്കുന്നത് മറ്റൊരാളിനെ കടിച്ചപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. ഓ ശരി. ഇതിന് ഭയങ്കര ശക്തിയാണല്ലേ? അതെ, വഴുപ്പാണ്, വെള്ളത്തിൽ കിടക്കുന്ന വാട്ടർ അല്ലേ, അപ്പോൾ നല്ല സിൽക്ക് പോലെ ഇരിക്കും, പിടിക്കാൻ കഴിയത്തില്ല, കുതിക്കുന്നു. സമ്പത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് സുരേഷ് എങ്ങനെ ഭയമുക്തനായി, ഈ പേടിയിൽ നിന്ന് സുരേഷ് എങ്ങനെ മുക്തനായി എന്ന് ചോദിച്ചു. ഒരേ ഒരു കാര്യമുണ്ട്, ഞാൻ മരണത്തെ ഭയപ്പെടുന്നുണ്ട്. മരണത്തെ ഭയപ്പെടുന്നില്ല? ഒരിക്കലും ഭയപ്പെടുന്നില്ല. അത് ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ മരണഭയമാണ്. അതിനൊക്കെ ഏത് ജീവിക്കായിരുന്നില്ല, അതിനേക്കാളും വലുത് ഒന്നുമില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇപ്പോൾ നമ്മളൊരു വണ്ടി ഒന്ന് പാളിയെ ഓടിപ്പോകുമ്പോൾ പാളിയെ നമ്മൾ അപ്പടി ഞെട്ടിപ്പോകും, പേടിച്ചു, നമ്മൾ മരിച്ചു പോകുന്നുള്ള ഒരു ഭയം, അതാണ് നമ്മളെ കീഴടക്കുന്നത്. എന്തെങ്കിലും മരണഭയം ഒരു തോക്ക് ചൂണ്ടി സുരേഷ് ഇപ്പം തട്ടിക്കളെന്ന് പറഞ്ഞാലോ? എന്ത് സാധനം വെച്ചാലും ഞാൻ ഒരിക്കലും മരണത്തെ ഭയപ്പെടത്തില്ല, ഒരിക്കലും ഇപ്പോഴെങ്കിലും ഈ നിമിഷം ഞാൻ അതിനെ കൊല്ലുവാൻ തയ്യാറാണ്. ഒരു കാരണവശാലും മരണമെന്ന് പറയുന്ന സംഭവത്തെ ഞാൻ ഭയപ്പെടുകയേ. എൻ്റെ ദൗത്യം തീരുമ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ ചാക്കിൽ എന്താ ഉള്ളത്? ഈ ചാക്കിൽ ഒരു ചെറിയ മൂർഖനാണ്. വീണ്ടും അതിനേക്കാളും ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്തൊരിനം പാമ്പാണ് ഇദ്ദേഹം. ഇതും വിഷമുള്ളതാണോ? അല്ല, ഇദ്ദേഹത്തിന് വെനമില്ല, പക്ഷെ ഇദ്ദേഹം കടിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് നമ്മൾ സൂല് പോയാൽ പോലും നമുക്ക് ഇദ്ദേഹത്തിനെ കാണാൻ കഴിയില്ല. ഇദ്ദേഹത്തിന്റെ പേര് തന്നെ മണ്ണൂലി എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് അവയർനെസ്സിന് പറ്റിയൊരു സാധനമാണ്. ഇത് രണ്ട് ഇദ്ദേഹത്തിന് വാലില്ല, ഇരുതല പാമ്പല്ല. ഇരുതലമൂരി എന്നുള്ള പാമ്പല്ല. അല്ല, അദ്ദേഹത്തിന്റെ വംശത്തിലുണ്ട് എന്നുള്ളത് മാത്രമേ, അദ്ദേഹത്തിന്റെ വംശത്തിൽ മെമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് വാലില്ല, വാല് ഉരുണ്ട് തന്റെ തല പോലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. ഓക്കെ. അതിന് മാത്രമല്ല, ഇതിന് ഒരു പ്രത്യേകത, അണലിയുടെ തല പോലെയാണ് തല ഇരിക്കുന്നത്. അണലിയുടെ ചെറിയൊരു പാടുകൾ ശരീരത്തിലുണ്ട്. അപ്പൊ ഇതിനെ മണ്ണണലി എന്നും ഇതിനെ അറിയപ്പെടുന്നു. പക്ഷെ ഇത് വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. ഏകദേശം 80ഓളം ചെറിയ ചെറിയ പല്ലുകൾ. മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഈ വാലിന്റെ ഭാഗത്ത് വാലില്ല, വാലിന്റെ ഭാഗത്ത് നല്ല റഫാണ്. ആർക്കെങ്കിലും ഫീൽ ചെയ്യണമെന്നുണ്ടോ? പാറ പോലെ ഇരിക്കുന്നു. ആരെങ്കിലും ഒരു ജാൻസി റാണി വരുന്നു വരട്ടെ. ഇവിടെ തടയോ? റഫായിട്ട് എങ്ങനെയുണ്ട്? റഫായിട്ട് ഇങ്ങോട്ട് തടയോ? സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. അടിവശം തടയോ? നല്ല സോഫ്റ്റ് അല്ലേ? ഈ പാമ്പിന്റെ ഒരു പ്രത്യേക, വാലിന്റെ ഭാഗത്ത് നല്ല റഫ്, മേളിലേക്ക് നല്ല സോഫ്റ്റ്, അടിയിൽ അതിനേക്കാളും നല്ല സോഫ്റ്റാണ്. ഇതുപോലെയാണ് മറ്റു നമ്മുടെ ഇത് കണക്കാണ് മറ്റു പാമ്പുകളുടെ സ്കിൻസ് ഇരിക്കുന്നത്. ഇതുപോലെയല്ല, ഇത് നല്ല ഹാർഡാണ്, നല്ല സോഫ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഭക്ഷണം എലിയും കോഴിക്കുഞ്ഞൊക്കെയാണ്. ഇതിന് കുറച്ചുകൂടെ ഇണക്കമുണ്ടോ? അല്ല, പാമ്പുകൾക്കൊന്നും ഇണക്കമില്ല. ഇതിന് ചീറ്റലും പെറുക്കലൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് കടിക്കും. അതെ, അണലിയുടെ പ്രത്യേകം. നമ്മളിപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെ പാമ്പാട്ടികൾ കൊണ്ട് വെച്ച് കളിക്കുന്നത് തന്നെ, മൂർഖൻ പാമ്പ് ഇങ്ങനെ ഉഡെടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ചലിപ്പിച്ചാൽ ആ ചലനത്തിലേക്ക് നോക്കി ഇങ്ങനെ ആടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ മകുടി ചലിപ്പിക്കുന്നത്. ഇപ്പൊ ഒരിക്കലുമില്ല. മകുടി ഊതി പാമ്പുകളെ കളിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് വരെ ഒരു പാമ്പാട്ടി പോലും ചേരയെ ഊതി കളിപ്പിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഒരു അണലിയെ ഊതി കളിപ്പിക്കുന്ന ആരും കണ്ടിട്ടില്ല. മൂർഖനെ മാത്രമേ കൊണ്ടുവച്ച് കളിപ്പിക്കുന്നു. മൂർഖനാകുമ്പോൾ നമുക്ക് ആർക്കും ചെയ്യാം. മൂർഖൻ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് പത്തി എടുത്ത് ഇങ്ങനെ നിന്നാൽ, പട്ടിയുടെ മുന്നിൽ തന്നെ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ പട്ടി ഇങ്ങനെ അനങ്ങുമ്പോൾ ആ പട്ടിയെ മാത്രം ഇങ്ങനെ നോക്കി എയിം ചെയ്തുകൊണ്ടേ നിൽക്കും. അതുപോലെ തന്നെയാണ് പാമ്പാട്ടിയും ചെയ്യുന്നത്. ആ മകുടി ഇങ്ങനെ അതാണ് ഒരു പ്രത്യേകം. പാമ്പാട്ടി അതിൻ്റെ ഗ്ലാൻഡ് എടുത്ത് കളയും. വിഷപ്പല്ലുള്ള ഗ്ലാൻഡാണ് എടുത്ത് കളയുന്നത്. വെനം ഉൽപ്പാദനം ഉണ്ടെന്ന് ഗ്രന്ഥി എടുത്ത് കളയും. അത് അവർ സ്കൂട്ടറിൽ വെച്ച് തുളച്ചെടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് അതിനെ പല്ലെടുത്ത് കളയുന്നു. എന്നിട്ട് വായിൽ സ്റ്റിച്ച് ഇടുന്നു.
അകത്ത് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഈ കളിക്കാൻ കൊണ്ട് നടക്കുന്നത്. വലിയ ഇതിനെ ക്രൂരതയാണല്ലേ? മൃഗീയമായിട്ടാണ് അവരതിനെ ഉപദ്രവിക്കുന്നുള്ളത്. എന്നിട്ട് ഇവർ പറയുന്ന സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം. അല്ല, അത് കഴിഞ്ഞ് അവർ കളിച്ച് കഴിഞ്ഞ് ചാവാറാകുമ്പോൾ ആ പാമ്പിൻ്റെ സ്റ്റിച്ചങ്ങ് കെട്ടിയിട്ട് തന്നെ പുറത്തേക്ക് തുറന്നു വിടും. അത് എവിടെയെങ്കിലും പോയി മരിച്ചു, 1 2 3 മാസം കഴിയും മരിച്ചു. കാരണം വെനമുള്ള പാമ്പുകൾക്ക് വെനം ചെന്നാൽ മാത്രമേ ഭക്ഷണം ഡൈജസ്റ്റ് ആവൂ. ഓ, ദാറ്റ്സ് എ പോയിന്റ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രവണത നടന്നില്ലെങ്കിൽ ഇത് 2 3 മാസം കഴിയുമ്പോൾ ഇതൊക്കെ മരിച്ചു പോകുന്നു. ഇനി വായിൽ ഈ മുറിവുണ്ടാകുമ്പോൾ ഇത് വായി തുറക്കത്തില്ല, അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമില്ല, നാക്ക് മാത്രം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. നല്ല ടയേർഡായിട്ട് അദ്ദേഹത്തിന് മരണം സംഭവിക്കും. ഏറിയാൽ 4 മാസം, അതിനപ്പുറം ഇദ്ദേഹം അതിജീവിക്കില്ല. അതൊന്ന് 3 4 മാസം. ഒരു പ്രാവശ്യം സുരേഷ് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒരു പാമ്പ് കടിച്ച് ആ വിഷം മുഴുവൻ അങ്ങ് കളഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഈ വിഷം തിരിച്ചു കിട്ടും? അല്ല, മുഴുവനും കളയാൻ ചാൻസസ് ഇപ്പം നമ്മൾ ചവിട്ടി കടിയേറ്റാൽ മാത്രമേ ഏകദേശം ഒരു ഗ്രന്ഥിയിലുള്ളതിൻ്റെ ഒരു 80% ഇപ്പോൾ സാധാരണ ഒരു പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് സുരേഷ് വിഷം എടുക്കുമല്ലോ കുടിക്കാൻ വേണ്ടി. അതെ. അപ്പോൾ എത്ര വിഷം കിട്ടും അളവ്? അത് 2 3 തുള്ളികൾ മാത്രമേ ഉള്ളൂ. 3 തുള്ളി? അതെ. പാമ്പിൻ്റെ വനത്തിൻ്റെ അളവ് നമ്മൾ ജനങ്ങൾക്ക്, ഈ പ്രോഗ്രാമിൽ കാണുന്ന ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പം നമ്മളെല്ലാവരും പറയുന്നു 1 കിലോ പാമ്പിൻ്റെ വിഷം കണ്ടു, അല്ലെങ്കിൽ 1 കിലോ പാമ്പിൻ്റെ വിഷം പിടിച്ചു, വെനം പിടിച്ചു. പക്ഷെ 1 കിലോ പാമ്പിൻ്റെ വിഷം വേണമെങ്കിൽ 10,000 കണക്കിന് പാമ്പുകൾ വേണം. പക്ഷെ ഇന്ന് ലോകവ്യാപകമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റാക്കറ്റുകളിലൊന്ന് പാമ്പിൻ്റെ വിഷം കടത്താണ്. പക്ഷേ ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്താണെന്ന് സാറേ, ഒന്ന് പാമ്പിൻ്റെ വെനം പ്രോട്ടീനാണ്. ഇത് പുറത്ത് ഒരു വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ പറമ്പിൽ വെച്ചോ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഹൈ ഫെസിലിറ്റീസ് ഉള്ള ലാബറട്ടറികൾക്കകത്ത്. അല്ല, നമുക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിൻ്റെ പുറത്തേ ഉള്ളൂ, കേരളത്തിലില്ല. അംഗീകൃതമായ ഒരു സ്ഥാപനം പോലും കേരളത്തിലില്ല. എല്ലാം കേരളത്തിന് പുറത്തേ ഉള്ളൂ. വെനം റിസർച്ച്, വെനത്തിന് വേണ്ടി ആൻറ്റി വെനം നിർമ്മിക്കാൻ വേണ്ടി കേരളത്തിന് വെളിയിൽ മാത്രമേ ഉള്ള സ്ഥലങ്ങൾ, സ്നേക്ക് പാർക്കുകൾക്ക് മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിലെ ഒരു സ്നേക്ക് പാർക്കിന് യഥാർത്ഥത്തിൽ ഈ പാമ്പിൻ വിഷം യഥാർത്ഥത്തിൽ ആൻറ്റി വെനമാണല്ലേ? ആൻറ്റി വെനം യഥാർത്ഥത്തിൽ പാമ്പ് കടിക്കുള്ള ചികിത്സയ്ക്കുള്ള മരുന്നാണ് തന്നെ ഇത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവലുള്ള ഒരു കമ്പനി ഒരിക്കലും വെളിയിൽ മാർക്കറ്റിൽ നിന്ന് ഈ സാധനം കളക്ട് ചെയ്യത്തില്ല. ഓക്കെ. ഇത് റിസർച്ച് സെൻ്ററുകളിൽ നിന്ന് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റൂ. അത് ആ സ്ഥലത്തുള്ള CCFൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ വെനം കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമാവലികളുണ്ട്. പക്ഷേ ഇത് സാധാരണ ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അറിയില്ല. നമ്മുടെ ഈ പാമ്പിൻ്റെ വെനമെന്ന് പറയുന്ന ഇവിടെ പിടിക്കുന്ന സാധനങ്ങൾ എല്ലാം മുട്ടയുടെ വെള്ളക്കരുവും നല്ലെണ്ണയും ചാലിച്ച സാധനമാണ്. മനസ്സിലായില്ല. ഈ വെനമെന്ന് പറഞ്ഞ് വിൽക്കാനായി കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഈ ക്യാനിലാക്കി കൊണ്ടുവരുന്ന സാധനങ്ങൾ മുട്ടയുടെ വെള്ളക്കരുവും, അതായത് തട്ടിപ്പാണ്. തട്ടിപ്പാണ്. യഥാർത്ഥ പാമ്പിൻ വിഷമല്ല, ഒരിക്കലും അല്ല. അത് കണ്ട സുരേഷ് മനസ്സിലായി, വ്യക്തമായിട്ട് അറിയാൻ കഴിയും.